ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മട്ടൺ പിരട്ടാണ്. ഇവിടെ 1 കിലോ മട്ടനാണ് അതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന് വേണ്ട മറ്റ് ചേരുവകൾ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, തൈര്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് നുറുക്കിയത്, 3 വലിയ സവാള ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 തക്കാളിയും നമ്മൾ ചെറുതാക്കി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിന് ഒരു 3 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 കച്ചോലം, ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വലിയ പട്ട. ആദ്യം നമുക്കിതൊന്ന് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുരുമുളക് ഒഴികെയുള്ള മറ്റ് സാധനങ്ങൾ നമുക്കത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം. കുരുമുളക് നമുക്ക് വേറെ പൊടിച്ച് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചിയിട്ട് ഒരു 3 പച്ചമുളക് 2ആയി നുറുക്കി നമുക്കതിലേക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ തൈര്, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഇത് ചേർത്ത് നമുക്കിത് അടച്ച് അടുപ്പത്ത് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് വയ്ക്കാം. മട്ടൺ വേവുന്ന ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് അടുപ്പിൽ ഒരു വലിയ ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളക്, ബാക്കി വച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അത് മൂന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, 10 ചെറിയ ഉള്ളിയാണ് നമ്മളിവിടെ അരിഞ്ഞു വച്ചിരിക്കുന്നത്, അതും ഇട്ട് അതൊന്ന് വാടുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഗരം മസാല വറുത്തതിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, കാരണം അതിൻ്റെ മണം പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ സവാള നല്ലവണ്ണം വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തീയിൽ നല്ലവണ്ണം മൂക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് മൂപ്പിക്കേണ്ടതുണ്ട്. നല്ലവണ്ണം ഒന്ന് മൂക്കുന്നവരെ ചെറിയ തീയിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്ക് ഈ മട്ടൻ്റെ കറി ഒഴിച്ചു കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് പെരണ്ട് പാകമായി വരുമ്പോൾ ഈ ഇറച്ചി കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മട്ടൺ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ഗരം മസാല ഇതിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം, മുഴുവൻ പെരിഞ്ജീരകം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ഇവിടെ ഒരു പ്രധാന കാര്യം, ഗരം മസാല നമ്മളിപ്പോൾ ഏറ്റവും അവസാനമാണ് ചേർത്തത്. ഇത് ഇറച്ചി വേവിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല മുഴുവൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പകുതി ഗരം മസാല നമ്മൾ മട്ടൺ വേവിക്കുന്നതിൻ്റെ കൂടെ ഇട്ടതിന് ശേഷം ബാക്കി നമ്മൾ അവസാനം ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതിയാകും. അതുപോലെ തന്നെ പെരിഞ്ജീരകം നമ്മൾ ഇപ്പോൾ അവസാനമാണ് ഇട്ട് കൊടുത്തത്. അത് വേണമെങ്കിൽ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ എല്ലാം നല്ലവണ്ണം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ തൂകി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മട്ടൺ പെരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.